ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പഞ്ച് കേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടി 1/2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും നേരെയുള്ള ഒരു സംഭവം വെച്ചിട്ട് ഇതുപോലെ ലെവലാക്കിയിട്ട് വേണം നമ്മൾ 1/2 കപ്പ് എന്ന് പറയുന്ന മൈദപ്പൊടി എടുക്കാൻ. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം 1/3 കപ്പിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ മൈദപ്പൊടി ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു. ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1/3 കപ്പിൻ്റെ 2 ടേബിൾ സ്പൂണിന് പകരം കൂടുതൽ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/3 മുഴുവനായിട്ടും കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1/3ൻ്റെ 1/4 ഭാഗം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കി ഭാഗം മൈദപ്പൊടി ഫില്ല് ചെയ്ത ശേഷം അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഡാർക്ക് കളർ കിട്ടും. ഇത് സീവ് ചെയ്തെടുക്കുക. ഇനി സീവ് ചെയ്തെടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് മിക്സ് ആക്കുന്നുണ്ട്. ഇനി അത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച ശേഷം മറ്റൊരു ബൗളിൽ 1 കപ്പ് ഷുഗർ പൗഡർ ഫില്ല് ചെയ്തെടുക്കുക. ഇതിലേക്ക് 4 മുട്ടയാണ് നമുക്ക് വേണ്ടത്. ഇത് സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചു. ഇനി എഗ് വൈറ്റ് ഒരു ബൗളിലേക്ക് മാറ്റി ബീറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ് ബൗളാണ് ഞാൻ എടുത്തത്. ബോറോസിലാണ് കമ്പനി. നല്ല കമ്പനിയാട്ടോ. ബോറോസിൻ്റെ ഗ്ലാസ് ടൈപ്പ് ബൗളുകളും അതേപോലെ പുഡിംഗ് സെറ്റുകളൊക്കെ ഇത് ഓവനിൽ വെക്കാൻ പറ്റും. നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിരകളൊന്നും തന്നെ ഈ ഒരു ബൗളിൽ കാണില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി എഗ് വൈറ്റിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ബീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബൗളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ബൗൾ ചെരിച്ച് കഴിഞ്ഞാലും അതുപോലെ കമിഴ്ത്തി കഴിഞ്ഞാലും ഒന്നും തന്നെ എഗ് വൈറ്റ് താഴെ പോകുന്നില്ല. ഇതാണ് എഗ് വൈറ്റിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. എഗ് വൈറ്റ് ഒരിക്കലും ടൈമിലല്ല കൺസിസ്റ്റൻസി നോക്കുന്നത്, ഇതുപോലെ ബീറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുന്നതെന്നാണ്. ഇനി ഒരു OTG ഓവനിൽ ഞാൻ ഉപയോഗിക്കുന്നത് ബോറോസിലിൻ്റെ ഓവനാണ്. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് 2 കോയിലിൽ താഴെയും മുകളിലും ചൂടാക്കുന്ന ഓപ്ഷനിലിട്ട് കൊടുത്ത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം മറ്റൊരു ബൗളിൽ 4 എഗ് യോക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്കാണ് ബീറ്റ് ചെയ്യുന്ന മെത്തേഡ് വേണ്ടത്. അപ്പോൾ സ്പീഡൊന്ന് കൂട്ടി കൊടുത്ത് ജസ്റ്റ് അടിച്ച ശേഷം ഞാൻ ഷുഗർ 3 ഘട്ടമായിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സൈഡിലുള്ളത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സെൻറ്ററിലാക്കി കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോഴൊക്കെ നമ്മൾ ഫുൾ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. പകുതി ക്രീമി മെത്തേഡിലായ ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ വാട്ടറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. സൈഡിൽ നിന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിലാക്കി കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 5 മിനിറ്റാണ് ഇത് ഈ ക്രീമി മെത്തേഡിലാകാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എഗ് യോക്ക്, ഷുഗർ, വാനില എസൻസ്, വാട്ടറും ഒരുമിച്ചിട്ട് കൊടുത്ത് അങ്ങനെയും ബീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഫുൾ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി എഗ് യോക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ശേഷം സ്പാച്ചില വെച്ച് സൈഡിലുള്ളത് സെൻറ്ററിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എഗ് വൈറ്റിൻ്റെ 1/3 ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തതിൻ്റെ 1/3 ഭാഗം ചേർത്ത് കൊടുത്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്നത് ആദ്യം ക്ലോക്ക് വൈസിൽ റൗണ്ട് ചെയ്തെടുത്ത ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് നേരെ സ്പാച്ചില കൊണ്ടുവരിക. ഇതാണ് റൗണ്ട് ആൻഡ് കട്ട് ഫോൾഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. കാരണം എഗ് വൈറ്റ് സെപ്പറേറ്റായി ബീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ആ എഗ് വൈറ്റ് ഇതേ കൺസിസ്റ്റൻസിയിൽ സ്റ്റിഫ് ആയിക്കൊണ്ട് തന്നെ ബാറ്ററിലും മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് വേണം ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും സ്പഞ്ച് കേക്കിന് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റായി അടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും. ബാറ്റർ ഇവിടെ റെഡിയായി. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേക്ക് ബാറ്റർ എപ്പോഴും സ്പഞ്ച് കേക്കിന് വേണ്ടത്. ഈ എഗ് വൈറ്റും എഗ് യോക്കും ഗ്ലാസ് ബൗളിൽ തന്നെ ബീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ബൗളിലാക്കിയാലും മതി. സ്റ്റീൽ ബൗളിൽ അടിക്കാതിരിക്കുക. കാരണം സ്റ്റീൽ ബൗളിൽ ബീറ്ററിന് നന്നായിട്ട് അടിക്കുന്ന സമയത്ത് അതിൻ്റെ വിരകൾ പാത്രത്തിൽ നന്നായിട്ട് വീഴും. അപ്പോൾ സ്റ്റീൽ ബൗൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഇനി നേരത്തെ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ച 1 kg മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പർ വെക്കേണ്ട രീതി ഇതിൻ്റെ മുന്നേ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറിൽ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ പുരട്ടിയ ശേഷം ബട്ടർ പേപ്പർ വെക്കാവുന്നതാണ്. ഒന്നും കൂടെ നല്ലത് അൺസാൾട്ടഡ് ബട്ടറാണ്. കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തൂടെ തന്നെ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്, സൈഡിലൊന്നും കൊണ്ടുപോയിട്ട് ഒഴിക്കരുത്. ഇനി ഇതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഈ സമയം തന്നെ ഓവന് പ്രീ ഹീറ്റായി കഴിഞ്ഞു. എഗ് വൈറ്റ് അടിച്ച ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ പ്രോസസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഓവൻ ഓഫ് ആകും. ഇനി ഇത് 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി കേക്ക് ബേക്കായി കഴിഞ്ഞാൽ കേക്കിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് വയർ റാക്ക് യൂസ് ചെയ്യുക. എപ്പോഴും ടീ ടൈംസ് കേക്ക്സിനാണ് വയർ റാക്ക് നിർബന്ധമായിട്ടുള്ളത്. ഇവിടെ ഞാൻ ബോർഡിലാണ് കേക്കിനെ മറിച്ചിടുന്നത്. എനിക്ക് തോന്നുന്നു സ്പഞ്ച് കേക്കിന് എപ്പോഴും ബോർഡാണ് നല്ലത്. കാരണം വയർ റാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലൈന് നമ്മളെ കേക്കിൽ പതിയും. പിന്നെ അത് കട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക്കായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട് 30 മിനിറ്റ് കറക്റ്റ് ആയ ശേഷം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് സെൻട്രൽ ഭാഗത്തേക്ക് കുത്തി നോക്കുമ്പോൾ അതാ നമ്മളുടെ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കമിഴ്ത്തിയിടണം ബോർഡിലേക്ക്. കമിഴ്ത്തിയിട്ട് കൊടുത്ത് ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സൈഡിലുള്ള ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മുകൾ ഭാഗത്തത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് ടിന്നിൽ മൈദപ്പൊടി തൂവിയിട്ട് അല്ലെങ്കിൽ A4 ഷീറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ എപ്പോഴും ബട്ടർ പേപ്പറാണ്. ഇനി ഇല്ലാത്ത കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽ തേച്ചിട്ട് A4 ഷീറ്റ് കൊണ്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മൈദപ്പൊടി തൂവിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബെറ്റർ എപ്പോഴും ടീ ടൈംസ് കേക്ക്സ് അങ്ങനത്തെ കേക്ക്സിനാണ്. ഇത് മാക്സിമം നോക്കുക, ഇല്ലെങ്കിൽ മാത്രം മൈദപ്പൊടി തൂവിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 1 kg കേക്കാണ്. 9 ഇഞ്ച് മോൾഡിലാണ് ബേക്ക് ചെയ്തത്. 8 ഇഞ്ച് മോൾഡും 1 kg കേക്ക് കിട്ടും കേട്ടോ. അത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കേക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേ റെസിപ്പിയിൽ 1/3 കപ്പിന് മുഴുവനായിട്ട് കൊക്കോ പൗഡർ എടുത്തിട്ടുള്ള ബ്ലാക്ക് കളർ സ്പഞ്ചാണ് ഇത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ 1/3 കപ്പിൻ്റെ 1/4 ഭാഗം എടുത്തിട്ട് ചെയ്യുക. ഇതൊരു 1 kgൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ. പോപ്സിക്കിളിന് വേണ്ടിയിട്ട് ബേക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.